കോടിയേരി ബാലകൃഷ്ണന്റെ വിവാദമായ പയ്യന്നൂർ പ്രസംഗം പരിശോധിക്കാൻ ഡിജിപി നിർദ്ദേശം നൽകി. കോടിയേരിക്ക് എതിരെ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസ് നിയമോപദേശം തേടും. എന്നാൽ പോലീസിന് എതിരായ വിമർശനത്തെക്കുറിച്ച് ഇന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചില്ല. പയ്യന്നൂർ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ കോടിയേരി ബാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് KPCC അധ്യക്ഷൻ VM സുധീരനും BJPയും പരാതി നൽകിയിരുന്നു. ഈ രണ്ട് പരാതികളും പരിഗണിച്ചാണ് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം പരിശോധിക്കാൻ DGP ലോക്നാഥ് ബെഹ്റ ഉത്തരവിട്ടത്. പ്രത്യേക അന്വേഷണ സംഘമാകും പ്രസംഗത്തിന്റെ പൂർണ്ണരൂപം പരിശോധിക്കുക. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ ചുമതല ആർക്കെന്ന കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. കോടിയേരിക്കെതിരെ കേസെടുക്കണമെന്ന കാര്യത്തിൽ നിയമോപദേശം തേടാനും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശിച്ചു. അതേസമയം BJP വരമ്പത്ത് കൂലി നൽകിയിരുന്നുവെങ്കിൽ P ജയരാജൻ ഇന്ന് പ്രസംഗിക്കാൻ ഉണ്ടാകുമായിരുന്നില്ലെന്ന് BJP നേതാവ് V മുരളീധരൻ പറഞ്ഞു. കോടിയേരി പറയുന്നത് വയലത്തെ പണിക്ക് വരമ്പത്ത് കൂലി കിട്ടും. ഞങ്ങളും അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. മനോജിന്റെ വധത്തിന് ശേഷം അത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്നലെ ഈ ജയരാജൻ വന്നിട്ട് ഈ പ്രസംഗം നടത്തുമായിരുന്നു. UDF സർക്കാരിന്റെ കാലത്ത് പോലും ഉന്നയിക്കാത്ത ആക്ഷേപമാണ് കോടിയേരി സംസ്ഥാന പോലീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. കഴിഞ്ഞ 5 വർഷം UDF ഭരിച്ച കാലത്ത് ശ്രീ കോടിയേരി ബാലകൃഷ്ണന് ഇങ്ങനെയൊരു പ്രസംഗം നടത്തേണ്ടി വന്നിട്ടില്ല. പോലീസിനെ ഈ രീതിയിൽ വിമർശിക്കേണ്ടി വന്നിട്ടില്ല. അത് ഗൗരവമായിട്ട് മുഖ്യമന്ത്രിയും LDFും അത് പരിശോധിക്കണമെന്നുള്ള അഭിപ്രായമാണുള്ളത്. CPMും BJPയും രക്തദാഹികളായി മാറിയെന്നായിരുന്നു KPCC അധ്യക്ഷൻ VM സുധീരന്റെ പ്രതികരണം. മുഖ്യമന്ത്രി മൗനം വെടിയണമെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിക്കാൻ ഇന്ന് മുഖ്യമന്ത്രി തയ്യാറായില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.